ഇന്നു മുതൽ മഴ വീണ്ടും തുടരുമെന്നുള്ളതാണ് അറിയുന്നത്. ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യത. എറണാകുളം അടക്കമുള്ള നഗരങ്ങളിലൊക്കെ രാത്രി കനത്ത മഴ പെയ്തിരുന്നു. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന മത്സ്യബന്ധന വിലക്ക് പിൻവലിച്ചിട്ടുണ്ട്. ആഷൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആഷൻ. ഏതൊക്കെ ജില്ലകളിൽ എവിടെയൊക്കെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്? മുന്നറിയിപ്പ് എങ്ങനെയാണ്? ശ്രുതി ഷിഹാസ്, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇന്ന് എവിടെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ പോലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലടക്കം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. രാവിലെയും മേഘാവൃതമാണ്, മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ എന്തായാലും 24-ാം തീയതി മുതലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 24-ാം തീയതി ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 25-ന് ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കും അത് കേരള തീരത്തുണ്ടായിരുന്ന വിലക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുന്ന 3 മണിക്കൂർ 4 ജില്ലകളിൽ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ഈ ഇടങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ 24-ാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുന്ന മഴയിൽ ശക്തമായ കാറ്റും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നത്. നിലവിലിപ്പോൾ എന്തായാലും ഇന്നും നാളേക്കും പ്രത്യേക മഴ മുന്നറിയിപ്പുകളും നൽകിയിട്ടില്ലെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശ്രുതി.